സെവൻത്ത് സ്റ്റാൻഡേർഡ് ന്യൂ SCERT-യിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കാർഷിക കാലങ്ങൾ ഇന്ന് PSC PYQയിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ വിള, ജലത്തിൻ്റെ ആവശ്യകത, വിത്ത് വിതക്കുന്ന മാസം, വിളവെടുക്കുന്ന മാസം. അതിൽ നെല്ല് ധാരാളം ജലം ആവശ്യമുള്ള ഒരു വിളയാണ് നെല്ല്. ജൂൺ മാസത്തിൽ വിത്ത് വിതച്ച് സെപ്റ്റംബർ മാസത്തോടെ വിളവെടുക്കുന്ന വിളയാണ് നെല്ല്. ഇനി ഗോതമ്പിന് മിതമായ അളവിൽ മാത്രം ജലം ആവശ്യമാണ്. ഒക്ടോബറിൽ വിത്ത് വിതച്ച് മാർച്ചിലാണ് ഗോതമ്പ് വിളവെടുക്കുന്നത്. തണ്ണിമത്തന് വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമായ ഒരു വിളയാണ് തണ്ണിമത്തന്. ഏപ്രിലിൽ വിത്ത് വിതച്ച് ജൂൺ മാസത്തിൽ തണ്ണിമത്തന് വിളവെടുക്കുന്നു. വ്യത്യസ്ത കാലങ്ങളിലെ വിളകളാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ ഡിസ്കസ് ചെയ്തത്. ഓരോ വിളയും വിതക്കുന്നതും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സൈദ്. അതിലെ ഖാരിഫ് എന്ന കാർഷിക കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ കാർഷിക കാലം റാബി കാർഷിക കാലത്തിൽ നമ്മൾ ഗോതമ്പ്, പയറുവർഗ്ഗം, കടുക് മുതലായവയുടെ കൃഷിയാണ് ചെയ്യുന്നത്. ഇനി സൈദ് കാർഷിക കാലത്തിൽ നമ്മൾ തണ്ണിമത്തന്, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ തുടങ്ങിയ വിളകളാണ് കൃഷി ചെയ്യുന്നത്. കൂടുതൽ ഷോർട്ട് വീഡിയോസിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.